ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണ മറ്റൊരു പുതിയ ഡിസൈനിങ് ആണ്. ഞാൻ കാണിക്കുന്ന ഒട്ടുമിക്ക ഡിസൈനിങ്ങും ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ തന്നെ തയ്ക്കാൻ പറ്റിയ ഡിസൈനിങ് ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചസിൻ്റെ ആണെങ്കിലും പുതിയ ഡിസൈനിങ് വല്ലതും ചെയ്യുവാണെങ്കിലും അതിൻ്റെ സ്റ്റിച്ചസ് നല്ല വ്യക്തമായി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഇനി ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രൂ വാട്സപ്പ് ആയാലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സിലാണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ചെക്ക് കോട്ടയിലാണ് ഡിസൈനിങ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കുഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഡിസൈനാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അത് വളരെ കോൺട്രാസ്റ്റ് കളർ, നല്ല എടുത്ത് നിൽക്കുന്ന ഒരു കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുഞ്ഞ് ഫ്ലവർ ആണെങ്കിലും നല്ല കോൺട്രാസ്റ്റ് കളർ ആയതുകൊണ്ട് നമ്മൾ കുറച്ചേ തയ്ക്കുന്നുള്ളെങ്കിലും നല്ല തെറിച്ച് നിൽക്കും. അപ്പോൾ വർക്ക് തീരെ കുറവായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇതിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇന്നത്തെ സാരിയുടെ കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്, നല്ലൊരു കളറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ, ത്രെഡിൻ്റെ കളറ് നമ്മൾ നല്ല ഗ്രേപ്പ് കളറില്ലേ, ഗ്രേപ്പിൻ്റെ ഡാർക്ക് ഗ്രേപ്പ് കളറാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലവറിന്. അപ്പം അതിൻ്റെ പിന്നെ അതിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഡാർക്ക് കളറാണ്. അപ്പം ലൈറ്റ് കളർ ഷെയ്ഡിൻ്റെ അകത്ത് നല്ല ഗ്രേപ്പ് കളർ ത്രെഡ് വെച്ചിട്ടാണ് ഫ്ലവർ തയ്ച്ചിരിക്കുന്നത്. എന്നിട്ട് ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഫ്രഞ്ച് നോട്ടാണ് തയ്ച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബീഡ് വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ബീഡ്സ് വെച്ച് തയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒരു ഭംഗി കൂട്ടാം. ഫ്രഞ്ച് നോട്ടിന് പകരം ബീഡ്സ് നമുക്ക് തയ്ക്കാവുന്നതാണ്. അപ്പം ഇതാണ് സാരിയുടെ കളർ. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ 13 ഡിസൈനിങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. 13 ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. പല്ലുവിലും ഉണ്ട്, പല്ലുവിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഒരു ഡിസൈൻ. ഇങ്ങനത്തെ 13 ഡിസൈൻസ് ആണ് നമ്മൾ ഈ സാരിയിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലവർ തയ്ച്ചിരിക്കുന്ന ഗ്രേപ്പ് കളർ, നടുക്ക് ഒരു ലൈറ്റ് യെല്ലോയിഷ് ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ നടുക്ക് ഫ്രഞ്ച് നോട്ട് തയ്ച്ചിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് കളർ ഗ്രീൻ ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രഞ്ച് നോട്ട് തയ്ച്ചിരിക്കുന്ന ഒരു ലൈറ്റ് പീച്ച്, വളരെ ലൈറ്റ് കളർ പീച്ചാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും 4 കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കുഞ്ഞ് ഡിസൈൻ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പം നമ്മൾ വളരെ നീറ്റായിട്ട് വേണമെങ്കിൽ ഇതുപോലെ തയ്ക്കാം, അല്ലെങ്കിൽ ഇതില്ലാത്ത ഞാൻ തയ്ച്ചിരിക്കുന്നത് അടിയിൽ കൂടെ കുറേ വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് രീതിയിലും തയ്ക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ട്യൂട്ടോറിയൽ കാണിച്ചു തരാം. ഇത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഇങ്ങനെ തയ്ക്കുമ്പോൾ കുറേ ത്രെഡ് നമ്മൾ എടുക്കും. മറ്റേപ്പാട് തയ്ക്കണമെങ്കിൽ ത്രെഡിൻ്റെ യൂസേജ് കുറവായിരിക്കും. അപ്പം ഏതാണ് നിങ്ങൾക്ക് തയ്ക്കാൻ എളുപ്പമായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ തയ്ക്കാവുന്നതാണ്. ബാക്ക് സൈഡിൽ ഒന്നെങ്കിൽ ഫുള്ളും കവർ ചെയ്ത് വരും, ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും ത്രെഡ് ഇല്ലാണ്ട് ഇങ്ങനെ ക്ലീൻ ആയിട്ട് വരും. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം തയ്ക്കുന്നതിന്. അപ്പം ഏത് രീതിയിൽ തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് മുന്താണിയുടെ ഒരു എൻഡിൽ ഒരു ഫ്ലവർ, സെൻറ്ററിൽ ഒരു ഫ്ലവർ, പിന്നെ ഇപ്പുറത്തെ എൻഡിൽ, അങ്ങനെ 3 ഫ്ലവറാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ മുന്താണി വന്നിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ പിന്നെ എല്ലാ ഒരു 11 ഇഞ്ച് ഗ്യാപ്പിലും ഒരേ ഡിസൈൻ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇവിടുന്ന് ഒരു 11 ഇഞ്ച് ഗ്യാപ്പിൽ അടുത്ത ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് ഒരു 11 ഇഞ്ച് ഗ്യാപ്പിൽ അടുത്ത ഡിസൈൻ, പിന്നെ ഒരു 11 ഇഞ്ച് ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്ത ഡിസൈൻ. അങ്ങനെ 4 ഡിസൈനാണ് മുന്താണിയിൽ നിന്ന് ഷോൾഡർ വരെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് കുറച്ച് കുറവാണ്. ഒരു 6 ഇഞ്ച് ഗ്യാപ്പിലാണ് അടുത്ത ഫ്ലവർ വരുന്നത്. ഷോൾഡറിൽ നിന്നുള്ള ഫ്ലവേഴ്സ് എല്ലാം 6 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ടിൽ ഒരു 5 ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഷോൾഡർ മുതൽ പുറകിലോട്ട് വളഞ്ഞു പോകുന്ന അവിടം വരെയാണ് 5 ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ലൈറ്റ് കളറും ഡാർക്ക് കളറും എല്ലാം കൂടെ മിക്സ് ആയിട്ടിരിക്കുന്നത്. ഇവിടെ ലൈറ്റ് കളറും ഉണ്ട്, ഡാർക്ക് കളറും ഉണ്ട്. അപ്പം അതിൻ്റെ മിക്സ് ആയിട്ട് വന്നുകൊണ്ട് കുറച്ച് നല്ല എടുപ്പുണ്ട്. ഇപ്പം ഇതിന് പകരം ഈ ഫ്രഞ്ച് നോട്ടിന് പകരം നടുക്ക് ഫ്രഞ്ച് നോട്ട് തന്നെ തയ്ക്കാം. അതല്ലാണ്ട് ഈ ഇവിടെയുള്ള ഫ്രഞ്ച് നോട്ടിന് പകരം കുഞ്ഞു ഷുഗർ ബീഡ്സ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും. അപ്പോൾ അത് സ്കാറ്റർ ചെയ്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ഒക്കെ ആയിട്ട് നമുക്ക് തയ്ക്കാവുന്നതാണ്. ഇപ്പം ഇതുപോലത്തെ ഫ്ലവർ 2 എണ്ണമാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 13 ഡിസൈനിങ് ആണ് വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഈ സാരി സിംഗിൾ പീസാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് അയയ്ക്കുക. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1600 ആണ്. അപ്പം താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക.
അപ്പം ഇനി ഇതിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ 2 രീതിയിൽ തയ്ക്കാം. ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. രണ്ട് വേയിൽ തയ്ച്ചാലും റിസൾട്ട് സെയിം ആയിരിക്കും. വൃത്തിയായിട്ട് തന്നെ മേളിൽ വരും. താഴത്തെ പോർഷൻ എങ്ങനെ വരുത്തണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഡിസൈനിങ്ങിലോട്ട് പോകാം. തയ്ക്കാൻ പോകുന്ന ഡിസൈൻ ഇതാണ്. നമ്മൾ ഫ്രീ ഹാൻഡിൽ ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ ഒരു ഡിസൈൻ, ഇപ്പോൾ ഈ ഒരു ഡിസൈൻ സ്ക്രീൻഷോട്ട് ചെയ്ത് നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചിട്ട് വീണ്ടും പുറമേ കൂടെ ഒരു കുറച്ച് എന്തോരം ബിഗ് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര വലിയ ഒരു വട്ടം ഇതിന് ചുറ്റും വരയ്ക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഹാർട്ട് ഷേപ്സ് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈക്വൽ ആയിട്ടുള്ള സൈസ് കിട്ടും ഹാർട്ടിന്. അപ്പോൾ ആ ഒരു രീതിയിൽ വരയ്ക്കുക. പിന്നെ ഒരു ലൈൻ വരച്ചാൽ മതി നമുക്ക് തണ്ടായിട്ട്. പിന്നെ കുറച്ച് ഫ്രഞ്ച് നോട്ട് തയ്ക്കാം, കുറച്ച് ഡോട്ട്സ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഡോട്ട്സ് ഒന്നും നമ്മൾ ഡിസൈൻ വരയ്ക്കാൻ നേരത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഈ ഡോട്ട്സ് ഒക്കെ തയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്നും വരച്ച് വെറുതെ തുണിയിൽ മാർക്സ് വരുത്തണം എന്നില്ല. നമ്മുടെ ഇഷ്ടം പോലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന പോയിന്റിൽ തന്നെ വേണം എന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഡിസൈൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്, സാരിയിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് 4 കളേഴ്സ് ഉണ്ട്. അതിലത്തെ ഈ നമ്മൾ പൂവിൻ്റെ സെൻറ്ററിൽ തയ്ക്കുന്ന കളറാണ് 278. ലീവ്സ് തയ്ക്കുന്ന കളറാണ്, ലീവ്സ് ഇല്ല സ്റ്റെംസ് തയ്ക്കുന്ന കളർ കോഡാണ് 889. പിന്നെ അത് പൂ തയ്ക്കുന്ന ഡിസൈൻ ചെയ്യുന്ന കളർ കോഡാണ് 72A. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഡാർക്ക് കളറാണ്. ഒരു ഡാർക്ക് ബ്രൗൺ പോലെ നമുക്ക് തോന്നും, പക്ഷേ ബ്രൗൺ അല്ല, ശരിക്കും ഗ്രേപ്പ് കളറാണ് ഇത്. ഡാർക്ക് ഗ്രേപ്പ് കളറാണ് ഇത്. അപ്പോൾ ഈ 3 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് ഒരു ലൈറ്റ് സ്കിൻ കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിലുള്ള ത്രെഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കളർ കോഡ് 009 ആണ്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഡിസൈൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ വളരെ ലൈറ്റായിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്, ഡാർക്കായിട്ട് വരച്ചിട്ടില്ല. അപ്പം നിങ്ങളും ഡിസൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് വരയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇൻ കേസ് നമ്മൾ തയ്ക്കുന്നത് ഈ വരയുടെ ഒപ്പം തന്നെ നമ്മൾ തയ്ച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഡാർക്ക് കളർ വരുന്നത് കാണാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ലൈറ്റായിട്ട് വരയ്ക്കാൻ എടുത്തെടുത്ത് പറയുന്നത്. പലരും എന്നോട് ചോദിക്കുന്ന ഇതാണ്, ഒരു അവർക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ തയ്ച്ചു കഴിഞ്ഞിട്ടും ഡിസൈൻ വരച്ചിരിക്കുന്നത് കാണുന്നു, അത് ഭയങ്കര വൃത്തിയുടെ, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ മായ്ച്ചു കളയാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, അത് വരാണ്ടിരിക്കാനുള്ളത് ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞിട്ടും വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ മാത്രം, ഒരു ഇത്തിരി ഭാഗം മാത്രം സോപ്പിട്ടൊന്ന് കഴുകി വാഷ് ചെയ്ത് കളയുക. അത് നേരം ഒരു കസ്റ്റമറിന് കൊടുക്കാൻ നേരത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് പറ്റുള്ളൂ. അതെല്ലാം ചില മെറ്റീരിയൽസിൽ റബ്ബർ വെച്ച് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുന്നതാണ്. അത് ഡിപ്പെൻഡ്സ്, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് പെറ്റിലാണ് ആദ്യം തന്നെ തയ്ച്ചു കൊടുക്കുന്നത്. അതിന് 6 strands നമ്മുടെ ഗ്രേപ്പ് കളർ ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇതാണ് ഹാർട്ട് ഷേപ്പ്, അതിൻ്റെ താഴത്തെ ബേസിലത്തെ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന്, അങ്ങനെ ഷാർപ്പായിട്ടിരിക്കുന്ന പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുക, കൃത്യം സെൻറ്ററിൽ നമ്മൾ താത്തുന്നു. ഇനി നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഈ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇതേ ഉള്ളൂ, അടുപ്പിച്ചടുപ്പിച്ച് തന്നെ എടുക്കണം, തൊട്ടടുത്ത് തന്നെ, എന്നാലാണ് ഫില്ല് ചെയ്ത് വരുള്ളൂ. തൊട്ടടുത്ത് ഇവിടെ എടുത്തു ഞാൻ. എന്നിട്ട് ക്രോസ് ചെയ്ത് നേരെ ഇങ്ങനെ താത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ആയിപ്പോൾ. ഇത് നേരെ ഈ ലൈനിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ടാണ്, ക്രോസ് ചെയ്താണ് നമ്മൾ താത്തുന്നത്. അപ്പോൾ ഇങ്ങനെ താത്തി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കുത്തിയിട്ട് ഇവിടെ താത്താം, അങ്ങനെ ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ നൂല് വേസ്റ്റ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ നൂലിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം സൈഡിൽ നിന്ന് തന്നെ എവിടെ താത്തണോ അവിടെ തന്നെ ഒരു ഇഴവിട്ടിട്ട് തൊട്ടടുത്ത് തന്നെ ഇവിടെ ഇങ്ങനെ കുത്തിയെടുക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കുത്താമുള്ള സെയിം ഹോളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഊരിപ്പോരും, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂല് നമ്മൾ എടുക്കുന്നത് കുറച്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരുപോലെയാണ്.
ഇങ്ങനെ ക്രോസ് ചെയ്ത് നമുക്ക് തയ്ച്ചു വരാം. അവസാനം വരുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് കുത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ താഴ്ത്തുന്നു, അവിടെ മാത്രം താഴ്ത്തുന്ന ഇങ്ങനെ എടുത്തു. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ സ്റ്റിച്ച് വെച്ച് പെറ്റൽസ് എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. 5 പെറ്റൽസാണ് ഇതിനുള്ളത്. ഇനി നമുക്ക് സ്റ്റെമ്മാണ് തയ്ക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് തയ്ക്കാം. 3 strands ആണ് എടുത്തിരിക്കുന്നത്. ആങ്കർ കളർ കോഡ് 889 ആണ്. അപ്പോൾ അത് 2 വി ഷേപ്പും ഒരു സ്ട്രെയിറ്റ് ലൈനും ആയിട്ടാണ് സ്റ്റെം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ താഴത്തെ കൂടെ വലിക്കാണ്ട് ഇരുന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും, ആദ്യം വേണമെങ്കിൽ ഇങ്ങനെ തയ്ച്ചിട്ട് ഈ ലൈനും തയ്ച്ചു കഴിഞ്ഞിട്ട് താഴെ തയ്ക്കാൻ നോക്കാം. അപ്പോൾ വലിക്കുക എടുക്കുമ്പോൾ കുറച്ച് ഭാഗത്തേ കാണുന്നുള്ളെങ്കിൽ കുഴപ്പമില്ല, കെട്ടിടേണ്ട ആവശ്യമില്ല. ഒത്തിരി കാണാണ്ടിരുന്ന് വെച്ചാൽ മതി. ലൈറ്റായിട്ട് ഒരു ഇത്തിരി പോർഷനെ കാണുന്നുള്ളെങ്കിൽ നമുക്ക് വൃത്തികേട് വരത്തില്ല. ഇപ്പോൾ ഞാനിവിടെ സ്റ്റെം തയ്ച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ സ്റ്റെം സ്റ്റിച്ച് ഇവിടെ തയ്ച്ചു കഴിഞ്ഞിട്ട് അടുത്ത ബ്രാഞ്ചിലോട്ട് പോവുക. അടുത്ത ബ്രാഞ്ച് ഇവിടെയാണ്. അപ്പോൾ ഇതെന്താ പറ്റുകയെന്ന് വെച്ചാൽ അടിയിൽ കൂടെ വലിക്കുന്നത് കാണത്തില്ല. ഈ തയ്ച്ചതിൻ്റെ മേലിൽ കൂടെ തന്നെ അടിയിൽ കൂടെ തന്നെയാണ് ഈ ലൈനും വന്നിരിക്കുന്നത്, ഈ ത്രെഡും വന്നിരിക്കുന്നത്. അപ്പോൾ കുഴപ്പം വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ അടുത്താണ് നമ്മൾ ചെയ്ത വർക്കിൻ്റെ താഴത്തേക്കൂടെയാണ് പോണേ എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അടിയിൽ കൂടെ വലിക്കാം. ഒത്തിരി വലിക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ നമുക്ക് വലിക്കാം. നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ബഡ്സ് ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനാണ് ഞാൻ ഫ്രഞ്ച് നോട്ട് തയ്ക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ നേരത്ത് നമ്മൾ കുറച്ചധികം എംപോസ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ അകത്ത് ഈ ബട്ടർഫ്ലൈ സ്റ്റിച്ചിലെ ഈ ഒരു ഇങ്ങനെ ചുറ്റി വന്നാരണം ഈ നടുക്കത്തെ പോർഷൻ നല്ലോണം പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൊജക്ഷൻ കാരണം നമ്മുടെ ഈ ബഡ്സും നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് നോട്ട് തയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ 12 strands എടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെട്ടിട്ട് കഴിയുമ്പോൾ ഭയങ്കര പ്രൊജക്റ്റ് ചെയ്തിങ്ങനെ പുറകിൽ നിൽക്കും. അപ്പോൾ പെട്ടെന്ന് ആ കെട്ട് അഴിഞ്ഞു പോകാനുള്ള കൂടുതൽ പെട്ടെന്ന് അഴിഞ്ഞു പോകും. നല്ലോണം കെട്ടിയിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്, 6 strands തന്നെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 വട്ടം ചുറ്റുക. ഇതുവരെ 2 വട്ടം ചുറ്റിയിട്ട് നമ്മൾ നോട്ടിട്ട് വെക്കുക. അപ്പോൾ കുറച്ചും കൂടെ പ്രൊജക്ഷൻ കിട്ടും. കണ്ടോ? അപ്പോൾ ഒരു വട്ടം ചുറ്റിയതിനേക്കാളും നല്ലതായിട്ട് നമ്മൾ 2 വട്ടം ചുറ്റിയിട്ട് ഇതുവരെ താത്തിയാൽ മതി. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ തയ്ക്കുക. അത് അങ്ങനെ ഒരു യൂണിഫോമിറ്റി ഒന്നുമില്ല. ഒരു ഡിസൈനിൽ ഇങ്ങനെയൊക്കെ വരാമുള്ളൂ, അവിടെ ഇവിടെയൊക്കെ ബഡ്സ് വരാമുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനത്തെ നോട്ട്സ് ഇടാമുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പം അത് നമുക്ക് ഇഷ്ടം പോലെ എവിടെയെങ്കിലൊക്കെ നമുക്ക് തയ്ക്കാവുന്നതാണ്. ഇതുപോലെ ബാക്കി ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ഇതുവരെ 2 വട്ടം ചുറ്റി ഫ്രഞ്ച് നോട്ട് ചെയ്യുക. അതേസമയത്ത് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ തയ്ക്കുന്നത് 1 വട്ടം ചുറ്റിയിട്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. അതിപ്പോൾ 2 വട്ടം ചുറ്റിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഡിസൈൻ തയ്ച്ചു കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല കോൺട്രാസ്റ്റ്, നല്ല എടുത്ത് നിൽക്കുന്ന കളറാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ഡിസൈൻ ആണെങ്കിലും നല്ലോണം എടുത്ത് നിൽക്കും. നിങ്ങളും സാരിയിൽ തയ്ക്കുകയാണെങ്കിൽ ഇതുപോലത്തെ കോൺട്രാസ്റ്റ് കളേഴ്സൊക്കെ ഇട്ട് തയ്ക്കുകയാണെങ്കിൽ കുഞ്ഞ് ഡിസൈനുമാണ്, പെട്ടെന്ന് തയ്ച്ച് തീർക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല എടുപ്പുമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പാറ്റേൺ ട്രൈ ചെയ്ത് നോക്കും. ഞാൻ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.